എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ആരാ സൂപ്പർ, ഞാനാണോ ഓളാണോ? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ദിവസം മുന്നേ ഒരു ചുരിദാർ വാങ്ങിയിട്ട് ആ ചുരിദാർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ചുരിദാർ മോശം ഒന്നല്ല, ഇതാണ് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. ഇപ്പം ഇത്ര 500 എങ്ങാണ്ട് വില ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ചുരിദാർ ഒന്ന് കാണാമല്ലേ. ഇതാണ് ചുരിദാർ കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ, നല്ല പിങ്ക് കളറാണ്. അന്ന് ഞാൻ നോക്കിയ സമയത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ പിങ്ക് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ ഇതിൻ്റെ യെല്ലോയും ബ്ലാക്കും ഒക്കെ ഉണ്ട്. സാധനം നല്ല രസമുണ്ട്. അതിൽ മോഡൽ ഇട്ടത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഇട്ടാൽ ആ ഭംഗി ഉണ്ടാവുമോ എന്നുള്ളതാണ്, അതും കൂടെ അറിയണ്ടേ. പാൻറ് ഇങ്ങനെയാണേ, കുഴപ്പമില്ല, രസമുണ്ട്, സാധനം രസമുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ ഒരു കളർ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് വാങ്ങണം തോന്നി, ഭയങ്കര ഇഷ്ടം തോന്നി, അപ്പോൾ വാങ്ങിച്ചില്ല. പക്ഷേ ഇതെന്താ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് XXL സൈസാണ് കേട്ടോ. എനിക്ക് XXLൻ്റെ ആവശ്യമില്ല. ഞാൻ XXL വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് അവരെന്നെ പറയുന്നുണ്ടായിരിക്കും ചിലതിനൊക്കെ നിങ്ങൾ എത്രയാണോ സൈസ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ നേരെ മുകളിലേക്കുള്ള സൈസ് വേണം നമ്മൾ ഓർഡർ ചെയ്യാനെന്ന്. ഇല്ലാണ്ടെങ്കിൽ ഒരു അലക്കിലൊക്കെ ഇത് പിന്നെ ചുരുങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ മുൻകൂർ ഒന്ന് നീട്ടി എറിഞ്ഞതാണ്. പക്ഷെ അത് വൻ വീതിയായിപ്പോയി. ഞാനപ്പോൾ ഒന്ന് പോയിട്ട് കുറഞ്ഞതായിട്ട് ചെറുതായിട്ട് 2 സൈഡിലൊന്ന് ടൈറ്റാക്കി കൊടുക്കാം, എന്നാലേ ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ടെങ്കിൽ എന്നെപ്പോലത്തെ ഒരാളും കൂടെ ഇതിനുള്ളിൽ കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ വേണ്ട, ഞാൻ അടിക്കാൻ പോകുന്നു. കമോൺ പോരെ. ഈ ടൈറ്റ് ആക്കണ്ട, ബോഡി മാത്രം ടൈറ്റ് ആക്കിയാൽ മതി. ഇതാണ് ഇപ്പോൾ നമ്മളെ ആ ചുരിദാർ കേട്ടോ. ഞാനിപ്പോൾ നോക്കുമ്പോൾ ടോപ്പ് ലേശം ലെങ്ത്ത് കുറവാണ്. ഈ ഒരു ലെങ്ത്ത് അല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പിന്നെ കൈയൊക്കെ ഇത് കുഴപ്പമില്ല. പിന്നെ ബോഡി 2 സൈഡും ഞാൻ ലേശം ടൈറ്റ് ആക്കിയിട്ടുണ്ട്, എങ്കിലത് ഫിറ്റ് ആവുള്ളൂ. ഞാൻ XXL വാങ്ങിച്ചിട്ട് എനിക്ക് XXL ആവശ്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ പാൻറ്റൊക്കെ സൂപ്പറാണ്. ഇനിയിപ്പോൾ ഷോൾ ഇങ്ങനെ കേട്ടോ, ലേശം ഒരു കണ്ടില്ലേ, ഇങ്ങനെയാണ്, കുഴപ്പമില്ല. ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ആരാ സൂപ്പർ, ഞാനാണോ ഓളാണോ? നോക്കിയിട്ട് പറ. പിന്നെ ഞാൻ അനുഭവിക്കണ എന്തൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കണ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ സ്കാർഫ് ഷോളിൻ്റെ കാര്യമാണ്. ഏത് ഷോളിന് എന്ത് കളർ ഷോൾ ഇടണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന. ഞാൻ എപ്പോഴും എന്താ ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ പറയാ, ഒരു വാക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആവുന്ന ഒരു സന്ദർഭം. അപ്പോൾ ഇതിന് തന്നെ ഞാൻ കുറേ ഷാളുകൾ ഞാൻ സെലക്ട് ആക്കിയിട്ട് ഞാൻ കാണിച്ചത്. എങ്ങോട്ട് ക്യാമറമാൻ അവിടെ നിന്നാൽ മതി. ഇതൊക്കെ ഞാൻ നോക്കി. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അതേ കളറൊക്കെ വരുന്ന സമയത്ത് മാച്ചല്ല. ഇത് വേറൊരു പച്ചയാണ്, പക്ഷെ ഇതൊന്നും മാച്ചല്ല. ദൂരെ. അപ്പോൾ ഇതെടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ഇതിന് ലേശം പച്ച കളറൊക്കെ ഉണ്ട് ടോപ്പുമ്പോൾ. അപ്പം ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന സമയത്ത് 500 എങ്ങാണ്ട് സംതിങ് വിലയാണ്. പക്ഷെ അത് തന്നെ സെയിം പ്രോഡക്റ്റ് തന്നെ പല പല കമ്പനികൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല റേറ്റിനുണ്ടായിരിക്കും. നോക്കി വാങ്ങുക എന്നുള്ളത് നമ്മളുടെ കാര്യമാണ് കേട്ടോ. ഏത് വാങ്ങണം, സൈസ്, കളറ്, അതുപോലെ ഏത് കമ്പനീൻ്റെത് വാങ്ങണം, ഏത് പ്രൈസിൽ വാങ്ങണം എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങിച്ചുള്ളതാണ്. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായിട്ടോ, കൊള്ളാമല്ലേ? ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എക്കടാ പോകണമെന്നായിരിക്കും അല്ലേ? അത് സസ്പെൻസാണ്. അടുത്ത വീഡിയോയിൽ അതും കാണാം. ഓക്കെ, ഇപ്പോൾ സീ ബൈ.